മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. രാവിലെ തന്നെ അനീഷ് അനുമോൾ പ്രശ്നം തുടങ്ങിയിരിക്കുകയാണ്. ഇത്തവണ കിച്ചൺ ടീമിൽ അനീഷ്, അക്ബർ, ഒനീൽ, അനുമോൾ ഇവർ 4 പേരുമാണുള്ളത്. അതിൽ കുക്കിംഗ് അറിയാവുന്നത് അനുമോൾക്കും ഒനീലിനും, അക്ബറും അനീഷും ഹെൽപ്പർ ആയിട്ടാണ് നിൽക്കുന്നത്. രാവിലെ അനീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി അനുമോളെ പോയി വിളിച്ചു. അപ്പോൾ അനുമോള് ഇന്നലത്തെ കാര്യം എടുത്തിട്ടു. അപ്പോൾ അനീഷിന് ദേഷ്യം വന്നിട്ട് അനീഷ് ഒനീലിനോട് വന്ന് ചോദിച്ചു, ഉപ്പുമാവ് ഉണ്ടാക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഒനീൽ പറഞ്ഞു, വെള്ളം ചൂടാക്കാൻ വെക്കണം. അങ്ങനെ അനീഷ് വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ മാനസാന്തരം വന്നതാണോ എന്താണെന്ന് അറിയത്തില്ല. അനുമോൾ കിച്ചണിലേക്ക് വരുന്നു. അപ്പോൾ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനാണ് ഇവിടെ വെള്ളം വെച്ചേക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നത് ഉപ്പുമാവിന് വേണ്ടിയാണ്. ഇത് അങ്ങനെയല്ല ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് അനുമോൾ ചെറുതായിട്ട് അപ്പോൾ ചൂടാവുന്നുണ്ട്. അതും കൂടി കേൾക്കുമ്പോൾ അനീഷിന് ദേഷ്യം വരുന്നു. അപ്പോൾ അനീഷ് പറയുന്നത്, എൻ്റെ അനുമോളെ, കിച്ചൺ കൂട്ടിപ്പിടിക്കാമെന്ന് കരുതിയാൽ നടക്കില്ല. ഞങ്ങൾക്ക് കുറച്ച് കാര്യമേ അറിയൂ. അതെങ്കിലും സ്വാതന്ത്ര്യത്തോടെ ചെയ്യാൻ അനുവദിക്കുക. ഈ ബോസി സ്വഭാവം പാടില്ല. ബോസാണെന്നാണ് അനുമോളുടെ വിചാരം. തലയിൽ കയറി നിരങ്ങുന്ന ആ സ്വഭാവം അങ്ങ് നിർത്ത്. എനിക്ക് മാത്രമേ അറിയുള്ളൂ, ഞാൻ ചെയ്യുന്നതാണ് ശരിയെന്ന് പറഞ്ഞിരുന്നാൽ എങ്ങനെ ശരിയാവും എന്നൊക്കെ ചോദിച്ച് അനീഷ് അനുമോളോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. എന്നിട്ട് അനീഷ് പറയുന്നത്, ഞാൻ രാവിലെ വന്ന് അനുമോളെ തന്നെയല്ലേ വിളിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി, ഒനീലിനോടല്ല ചോദിച്ചത്. അപ്പോൾ അനുമോൾ എന്താ ചെയ്തത്? ഇന്നലത്തെ കാര്യം എടുത്തിട്ടു. ഞാൻ ഇന്നലത്തെ കാര്യമെല്ലാം മറന്ന് അനുമോളെ വന്ന് വിളിച്ചതല്ലേ. അപ്പോൾ അനുമോള് പറയുന്നത്, ഞാൻ ഇപ്പോഴാണ് കുളിച്ചിട്ട് വന്നത്. അപ്പോഴും ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന അക്ബറിനും ഒനീലിനും അറിയില്ല ഇന്നലെ എന്താ നടന്നതെന്ന്. അപ്പോൾ അനുമോൾ അവരോട് പറയുന്നത്, ഇന്നലെ ഞാൻ ആദിലയോടും നൂറയോടും സംസാരിച്ചുകൊണ്ട് പുറത്തിരിക്കുകയായിരുന്നു. എന്നിട്ട് കറിക്കുള്ളത് അരിയാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ പാത്രത്തിൽ വെള്ളം വെച്ചിരിക്കുന്നു, ചോറ് തിളപ്പിച്ചൂറ്റാൻ വേണ്ടി. എന്നിട്ട് അത് കുറച്ച് വെച്ചേക്കും തീ. അപ്പോൾ ഞാൻ അനീഷേട്ടനോട് ചോദിച്ചു, എന്തിനാ അനീഷേട്ടൻ ഇങ്ങനെ കുറച്ച് വെച്ചേക്കുന്നത്? ഫാസ്റ്റിൽ വെച്ചാലല്ലേ ചൂടാകുകയുള്ളൂ എന്ന്. ഉടനെ എന്നോട് ദേഷ്യപ്പെട്ടു. എനിക്കറിയാൻ ചെയ്യാൻ, ഞാനല്ലേ അരിയിടാന്ന് ഏറ്റത്, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ്. എന്തിനാ എന്നോട് ചൂടാവുന്നത്? ഞാൻ അതുകൊണ്ട് ആ കാര്യം മറന്നിട്ടില്ലെന്ന് അനുമോൾ പറയുന്നു. അപ്പോഴും അനീഷ് പറയുന്നത്, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയത്തുള്ളൂ, അതെങ്കിലും എന്നെ ഒന്ന് സ്വാതന്ത്ര്യത്തോടെ ചെയ്യാൻ അനുവദിക്കുക അനുമോളെന്ന് പറയുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ അനുമോൾക്ക് ദേഷ്യം വരുന്നു. ഒന്ന് വായടച്ച് മിണ്ടാതിരി, ഞാൻ പോവാന്ന് പറഞ്ഞ് തിരിച്ച് കിച്ചണിൽ നിന്ന് ഇറങ്ങി പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ അക്ബറും ഒനീലും കൂടി അനുമോളെ തടഞ്ഞ്, ഇല്ലില്ല പോയി ഫുഡ് ഉണ്ടാക്കുന്നൊക്കെ പറയുന്നുണ്ട്. അതിന് കാരണം വേറൊന്നുമല്ല, അക്ബറിനും ഒനീലിനും ഇപ്പോൾ കിച്ചണിൽ കയറാൻ വയ്യ. അനുമോളാവുമ്പോൾ എല്ലാം ഉണ്ടാക്കിക്കോളും. അതുകൊണ്ടാണ്. അങ്ങനെ അനുമോൾ വീണ്ടും കുക്ക് ചെയ്യാൻ വരുന്നു. എന്നിട്ട് അനീഷിനോട് പറയുന്നുണ്ട്, അടച്ച് മിണ്ടാതിരുന്നോ, ഞാൻ ആദിലെ അല്ല എന്ന്. അപ്പോൾ അനീഷ് പറയുന്നത്, എന്തിനാണ് വെറുതെ ആദിലെ ഇതിലേക്ക് വലിച്ചഴക്കുന്നത്? കാരണം അനീഷ് ഇന്നലെ രാത്രിയും കിച്ചണിലേക്ക് വരാൻ അനുമോളെ വിളിച്ച സമയത്ത് അനുമോൾ പറയുന്നുണ്ടായിരുന്നു, ഞാൻ വരാം, ഞാൻ ആദിലെ അല്ല, ഞാൻ പറഞ്ഞാൽ ഞാൻ വരും എന്നൊക്കെ. എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ഇപ്പോൾ ആദിലേനെയാണ് വലിച്ചിടുന്നത്. എന്തായാലും ഹൗസ് ക്യാപ്റ്റനായ ബിന്നി വന്ന് ഇടപെട്ടു. എല്ലാവരും ഒന്നും മിണ്ടാതിരിക്കുക, ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, എല്ലാവരും വിശന്നിരിക്കുക എന്നൊക്കെ പറയുന്നു. അങ്ങനെ അനീഷ് എന്തായാലും ഇപ്പോൾ കുറച്ച് നേരമായിട്ട് മിണ്ടാതിരിപ്പുണ്ട്. ഇന്നലത്തെ ആ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി അനുമോള് ഇന്ന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അനീഷ് ഇപ്പോഴും പറയുന്നത്, ഞാൻ ഇന്നലെ ക്യാഷ്വലായിട്ടാണ് സംസാരിച്ചത്, പക്ഷേ അനുമോളാണ് അതിൽ കയറി പിടിച്ചത് എന്നാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അനുമോൾ ആ ഒരു ഇഷ്യൂ വിട്ടിട്ടില്ല. അനുമോൾക്ക് അനീഷിനെ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് അറിയാം. അനീഷ് ഏത് ടോണിലാണ് സംസാരിക്കുന്നത്, ഏത് രീതിക്കാണ് സംസാരിക്കുന്നത് എന്നൊക്കെ. എന്നിട്ടാണ് അനുമോള് അനീഷ് പറഞ്ഞ ആ ഒരു കാര്യം പിടിച്ചുകൊണ്ട് ഇപ്പോൾ ഇരിക്കുന്നത്. മനഃപൂർവ്വം അനുമോള് വഴക്കുണ്ടാക്കുന്നതാണോ എന്നൊരു സംശയവുമുണ്ട്. എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.